ഇന്ന് നോക്കുവാൻ പോകുന്നത് ഫ്രാൻസിലെ ലെജിസ്ലേച്ചർ അഥവാ ഫ്രഞ്ച് പാർലമെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഫ്രഞ്ച് ഭരണഘടനയുടെ ഉദയത്തെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ജനറൽ ഡി ഗൗളിൻ്റെ ജനഹിത പരിശോധനയിലൂടെയാണ് ഫ്രാൻസിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് തന്നെ. അപ്പോൾ ഫ്രാൻസിൽ ഭരണഘടന ഫിഫ്ത്ത് റിപ്പബ്ലിക് എന്നാണ് ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ അഞ്ചാം റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയിൽ അതായത് പാർലമെൻറ്റിൽ രണ്ട് സഭകളാണുള്ളത്. ഓക്കെ, അതായത് സെനറ്റും രണ്ടാമത്തേത് നാഷണൽ അസംബ്ലി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സെനറ്റ് എന്ന് പറയുന്നത് ഉപരിമണ്ഡലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അധോമണ്ഡലവുമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ജനറൽ ഡി ഗൗളിൻ്റെ ജനഹിത പരിശോധനയിലൂടെയാണ് ഫ്രാൻസിൻ്റെ ഭരണഘടന നിലവിൽ വന്നത്. അതുപോലെ തന്നെ അഞ്ചാം റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൽ രണ്ട് സഭകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് സെനറ്റാണ്, രണ്ടാമത്തേത് നാഷണൽ അസംബ്ലിയുമാണ്. അപ്പോൾ ഇതിൽ സെനറ്റ് എന്ന് പറയുന്നത് ഉപരിമണ്ഡലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അധോമണ്ഡലവുമാകുന്നു. ഓക്കെ, അപ്പോൾ ഇവയുടെ അധികാരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇരു സഭകൾക്കും തുല്യ അധികാരമാണ് ഭരണഘടനയിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാലും ധനകാര്യ ബില്ലുകൾ, അതായത് ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ നടത്തുക, അതുപോലെ തന്നെ അത് ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടതും നാഷണൽ അസംബ്ലിയിൽ അഥവാ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലത്തിലാണ്. ഓക്കെ, എന്തൊക്കെയാണ്? അഞ്ചാം റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൽ രണ്ട് സഭകളാണുള്ളത്. ഒന്ന് സെനറ്റാണ്, രണ്ടാമത്തെ നാഷണൽ അസംബ്ലിയാണ്. നാഷണൽ അസംബ്ലി അധോമണ്ഡലവും അതുപോലെ തന്നെ സെനറ്റ് ഉപരിമണ്ഡലവുമാണ്. കൂടാതെ ഇരു സഭകൾക്കും തുല്യ പ്രാധാന്യമുണ്ട് എങ്കിലും ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത് നാഷണൽ അസംബ്ലിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ ഫ്രാൻസിൻ്റെ ഭരണഘടന കൃത്യമായിട്ട് നിർവചിക്കുകയും വിവരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഭരണഘടന പാർലമെൻറ്റിൻ്റെ ചുമതലകൾ വ്യക്തമായിട്ട് വിവരിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിന് നിയമനിർമ്മാണ, കാര്യനിർവഹണ അധികാരങ്ങളുണ്ട്. മാത്രമല്ല ഫ്രഞ്ച് പാർലമെൻറ്റ് ഫ്രാൻസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് പ്രധാനമായിട്ടും 3 രീതികളിലൂടെയാണ്, അതായത് 3 മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ അവയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യത്തേതാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ ചർച്ചകളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അവകാശം എല്ലാ അംഗങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്കിടയിൽ ചർച്ചകളുണ്ടാകുകയും ഇത്തരം അവസരങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊരു സൂക്ഷ്മമായ ഒരു പരിശോധന നടക്കുകയും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കോട്ടങ്ങളൊക്കെ എല്ലാം തന്നെ വെളിച്ചത്ത് വരികയും ചെയ്യുന്നു. ഓക്കെ, മാത്രവുമല്ല മറ്റൊരു രീതി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് ഭരണരീതികളും നയങ്ങളും ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കമ്മീഷനുകൾ എന്നുള്ള ഒരു ഏജൻസിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഓക്കെ, അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് തന്നെ ഭരണരീതികളും അതുപോലെ തന്നെ നയങ്ങളും ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് ബില്ലുകൾ പരിശോധിച്ച് അവയെക്കുറിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റികളാണ് കമ്മീഷനുകൾ എന്നറിയപ്പെടുന്നത്. മാത്രവുമല്ല ഗവൺമെൻറ്റിൻ്റെ വ്യാപാര നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാർലമെൻറ്റിന് ലഭിക്കുന്നത് മന്ത്രിമാരോട് നേരിട്ടോ അല്ലാതെയോ അലിഖിതമോ ആയ ചോദ്യങ്ങൾ ചോദിക്കുക വഴിയാണ്. ഓക്കെ, അതായത് എന്താണ്? മന്ത്രിമാരോട് അലിഖിതമോ ആയ ചോദ്യങ്ങൾ ചോദിക്കുക വഴിയാണ് ഗവൺമെൻറ്റിൻ്റെ വ്യാപാര നടപടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാർലമെൻറ്റിന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ അവിശ്വാസ പ്രമേയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള സുപ്രധാന ഉപാധിയാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം സ്വീകരിക്കപ്പെട്ടാൽ ഗവൺമെൻറ് രാജിവെക്കണം. ഓക്കെ, അപ്പം മേജറായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രമാണ് ഫ്രഞ്ച് പാർലമെൻറ്റിനെ പറ്റി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാത്തതാണ്. BA നിലവാരത്തിൽ ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലാക്കി തരുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റിനെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത്. അതായത് അഞ്ചാം റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൽ
രണ്ട് സഭകളാണുള്ളത്. ഒന്ന് സെനറ്റും ഒന്ന് നാഷണൽ അസംബ്ലിയുമാണ്. സെനറ്റ് ഉപരിസഭയും ഉപരിമണ്ഡലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി അധോമണ്ഡലവുമാണ്. ഓക്കെ. മാത്രമല്ല രണ്ട് സഭകൾക്കും തുല്യ അധികാരമാണ് ഉള്ളത് എങ്കിലും ധനകാര്യ ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത് നാഷണൽ അസംബ്ലിയിലായിരിക്കും. ഓക്കെ. കൂടാതെ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ധാരാളം അധികാരങ്ങളും കർത്തവ്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ഭരണഘടനയിൽ വ്യക്തമായിട്ട് നിർവചിക്കുന്നുണ്ട്. കൂടാതെ ഫ്രഞ്ച് പാർലമെൻറ്റിന് ധാരാളം നിയമനിർമ്മാണ ധനകാര്യ കാര്യനിർവഹണ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. മാത്രമല്ല ഇവ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.